അപ്പം നമ്മൾ ഇന്ന് മാങ്ങഞ്ചി അച്ചാറാണ് തയ്യാറാക്കുന്നത്. അത് അതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യണത് ഒരു പുളി ചേർക്കുന്നുണ്ട്, നമ്മുടെ കോൽപ്പുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാനായിട്ട്. അപ്പം നമ്മുടെ മാങ്ങഞ്ചിയുടെ കുത്തുണ്ടാവും, ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, നല്ലൊരു അച്ചാറായിട്ട് കിട്ടും. അപ്പം നമുക്ക് സദ്യക്കും എല്ലാത്തിനും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഈ മാങ്ങഞ്ചി തയ്യാറാക്കേണ്ടത് നല്ലതാണ്. നമ്മുടെ മാങ്ങഞ്ചി ഏത് വിധത്തിലായാലും നമുക്ക് ആമാശയത്തിനും അതുപോലെ തന്നെ അകാലനരം കുറയ്ക്കാനും താരം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹാർട്ടിന് ഏറ്റവും ബെസ്റ്റാണ് ഈ മാങ്ങഞ്ചി കൊണ്ടുള്ള ഏത് വിഭവമായാലും. നമ്മൾ മാങ്ങഞ്ചി പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നതാണ്, തൊടിയിലൊക്കെ കാട് പോലെ പിടിച്ചിട്ടുണ്ടാവുന്നതാണ്. മഞ്ഞൾ പോലെയാണ് തൈ കാണാം, പക്ഷേ ഇത് മാങ്ങഞ്ചി ഉണ്ട്. നമുക്ക് ഗ്രോ ബാഗിലും വളർത്താം, ഫ്ലാറ്റിലായാലും സ്ഥലമില്ലാത്തവർക്കൊക്കെ വളർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ തോട് കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് കൊണ്ടുവരാം. മാങ്ങ ഇഞ്ചി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മാങ്ങഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 150 ഗ്രാം ഉണ്ടാവും. പച്ചമുളക് 3 എണ്ണ എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ളത്, കാരണം 3 എണ്ണ എടുത്ത്. വെളുത്തുള്ളി 1 കുട, 1 ഉരുള പുളി നമ്മൾ വെള്ളമൊഴിച്ച് കുരൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് വെക്കണം. അപ്പോൾ ഇത് ഞാൻ വെള്ളമൊഴിച്ച് ഇടുന്നുണ്ട്. പുളി ടേസ്റ്റ് ഈ മാങ്ങഞ്ചിക്ക് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. 1 സ്പൂൺ കടുക് പൊടിച്ചിട്ടുണ്ട്, ചൂടാക്കി ഇങ്ങനെ പൊടിച്ച് എണ്ണയൊന്നും ചേർക്കാണ്ട് വെറുതെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഉലുവപ്പൊടിയാണിത്, 1 സ്പൂൺ ചൂടാക്കി പൊടിച്ചിട്ടുണ്ട്. നമ്മൾ അച്ചാർ പൊടി ചേർക്കണേക്കാളും നല്ലത് ഇതുപോലെ ചേർക്കുന്നതാണ്. പിന്നെ കായം ചൂടാക്കി പൊടിച്ചതാണ്, ഇതൊക്കെ 1 സ്പൂൺ എടുക്കണം, വേണ്ടി വരും. കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ, സാധാരണ മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾ പൊടി, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില, വറ്റൽമുളക്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് മാങ്ങഞ്ചി ചൂടാക്കി എടുക്കാം. നല്ലെണ്ണ ചൂടായി വന്നിട്ട് അപ്പം നമുക്ക് മാങ്ങഞ്ചി ചേർക്കാം. അപ്പം മാങ്ങഞ്ചി ഇട്ടിട്ടുണ്ട്. ഞാൻ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് നല്ലോണം മുരിഞ്ഞ് വരണ വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്ക് മാങ്ങഞ്ചി അച്ചാർ കുറച്ചധികം കാലം കേടുകൂടാതിരിക്കും, ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരില്ല. ഇത് വറുത്തെടുത്ത് നമുക്ക് കോരി മാറ്റാം. മാങ്ങഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിയണം. ഇത് നല്ലോണം ഒന്ന് ഒരു കളർ മാറി വരണം, അപ്പോഴേ നമുക്കത് എടുക്കാം. എന്നിട്ട് ഈ നല്ലെണ്ണയിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഏകദേശം കണ്ട അത്യാവശ്യം കളർ മാറി അതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം കുറച്ചധികം കാലം നമ്മുടെ മാങ്ങഞ്ചി അച്ചാർ കേടുകൂടാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതൊരു ടിപ്പാണ്. നമ്മളല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമാവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ നല്ലെണ്ണയിൽ തന്നെയാണ് നമ്മൾ കടുക് താളിക്കേണ്ടത്. ആദ്യം നമുക്ക് 1 സ്പൂൺ കടുക് ഇടാം. കടുകൊക്കെ നല്ലെണ്ണയിൽ ഇട്ട് പൊട്ടിയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വറ്റൽമുളക് 4 എണ്ണം പൊട്ടിച്ചത് ചേർക്കാം. പിന്നെ നമ്മൾ വെളുത്തുള്ളി 1 കുടം ഒന്ന് നടുമുറിച്ചുണ്ട്, അത് ചേർക്കണം. പിന്നെ പച്ചമുളക് 3 എണ്ണം അരിഞ്ഞത് ചേർക്കാം. വേപ്പില ചേർക്കാം. നമുക്കൊന്ന് കളർ മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി നിൽക്കാം. വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറട്ടെ. വെളുത്തുള്ളിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കണ്ടില്ലേ, ഈ കളർ പോലെ ഉണ്ട്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് ചേർക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾ പൊടി. അപ്പം ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഓൾറെഡി ചൂടുണ്ട്, അതാണ് തീ കത്തിക്കാത്തത്. ഇനി നമുക്ക് തീ കത്തിക്കാം. തീ കൈയിട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും. അപ്പം ഒന്ന് ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇടുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർക്കാം. പുളി വെള്ളമാണ്, അത് ചേർക്കാം. ഒരു 1/4 കപ്പോളം തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് പറയട്ടെ. ഇതിലേക്ക് നമ്മൾ
ഒരു കാര്യം വിട്ടുപോയി ശർക്കര ചേർക്കണം, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കണം. അപ്പം നമ്മുടെ മാങ്ങഞ്ചിയുടെ ടേസ്റ്റായിട്ടൊന്ന് യോജിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ളത് ഒരു അഞ്ചിൻ്റെ കുത്തു മാറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ശർക്കരയൊക്കെ സാധാരണ വാങ്ങിക്കുമ്പോൾ ഉരുക്കി വെക്കും. അപ്പോൾ ശർക്കരപ്പാനി ആയിട്ടാണ് ഞാൻ ഇരിക്കണം. അപ്പോൾ 1/4 കപ്പ് ശർക്കരപ്പാനി ചേർക്കാം. ഇത് ഇത്ര ഞാൻ ചേർക്കുന്നുണ്ട്. ചെറിയൊരു അച്ച് ചേർത്താലും മതി. ഉപ്പ് ആവശ്യത്തിനുണ്ട്, കല്ലുപ്പിന് ഞാൻ ഇടണം. അപ്പോൾ ഇത് ഇത്ര ചേർക്കാം. നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചുള്ളതാണല്ലോ, നല്ലോണം ഒന്ന് തിളച്ച് വേവട്ടെ. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ വറുത്ത് മാറ്റി കോരി വെച്ച മാങ്ങഞ്ചി ചേർക്കാനായിട്ട്. കണ്ടോ, ഒരു 10 മിനിറ്റ് പുളിവെള്ളം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, നല്ല കട്ടിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാങ്ങഞ്ചി ചേർക്കാം. നമ്മൾ വറുത്ത് കോരി വെച്ച മാങ്ങഞ്ചി ചേർക്കാം. പുളി ചേർത്തിട്ട് മാങ്ങഞ്ചി അച്ചാർ തയ്യാറാക്കി ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർക്കാം. നമ്മൾ വിനാഗിരിനത് അതും കൂടി ചേർത്ത് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് ഒരു ചില്ലി ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ മാങ്ങഞ്ചി അച്ചാർ തയ്യാറായിട്ടുണ്ട്. നല്ലൊരു പുളിയുള്ള കാരണമാണ് ഈ കളർ ഇത്ര ഡാർക്കായിട്ട് വന്നുള്ളത്. ആ പുളിയാണ് ആ മാങ്ങഞ്ചിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഉപ്പൊക്കെ ഈ നേരത്ത് നമുക്കൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. തള വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഒന്ന് ചുരുക്കിയിടാം. എന്നിട്ട് നമ്മൾ കടുക് പൊടിച്ചതിനത് നമ്മൾ അത് ചേർക്കാം. 1 സ്പൂൺ ചേർക്കുന്നത്. പിന്നെ കായം പൊടി, പിന്നെ ഉലുവാക്കാം. നല്ലോണം ഒന്ന് അച്ചാറായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. അത്യാവശ്യത്തിന് ഗ്രേവിയായി. പിന്നെ അതുപോലെ തന്നെ അച്ചാർ പൊടി ഏത് കമ്പനിയിൽ ഏതത് വാങ്ങിക്കണേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ കായും ഉലുവയും കടുകും ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പൊടിക്കുമ്പോൾ കുറച്ചധികം പൊടിക്കേണ്ടി വരും. പിന്നെ നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാം. നമ്മുടെ അച്ചാർ നല്ല റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങഞ്ചി അച്ചാർ നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു ചില്ല് പാത്രത്തിലിട്ട് അടച്ചു വെക്കണം. കുറച്ച് ദിവസം നമ്മൾ ഇത് കേടുകൂടാതെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ പുറത്തിരിക്കും. നമ്മൾ ഈ മാങ്ങഞ്ചി വറുത്ത് കോരിയ കാരണം. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി അച്ചാറാണിത്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറുമ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റും. ഇത് നമ്മുടെ ഇഞ്ചാമ്പുളിയുടെ ഒരു കളറായെങ്കിലും അത് ആ പുളി ചേർത്ത കാരണം അച്ചാർ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും വേണം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.